ഹലോ ഹായ് എവരി വൺ, എല്ലാവർക്കും എയ്സിഡ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പം പ്രധാനമായിട്ടും നമ്മൾ വന്നിട്ടുള്ളത് ഒരുപാട് പേരുടെ സംശയങ്ങൾക്കുള്ള ഉത്തരവുമായിട്ടാണ്. അതായത് ഒരുപാട് പേർക്ക് നമുക്ക് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ SBCID കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പോലത്തുള്ള ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസിന്റെ എക്സാം എന്നുണ്ടാകും അല്ലേ? അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമ്മളെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഉത്തരമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയായിരിക്കും നമ്മുടെ SBCID അല്ലെ, സ്പെഷ്യൽ ബ്രാഞ്ച് CID എക്സാമിനേഷൻ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, അതിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വിളിച്ചു. അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ ഒക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ നാളായി അല്ലെ. നോക്കി, ഗസറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 30/4/2025 ഗസറ്റ് ഡേറ്റ്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 4/6/2025 ആയിരുന്നു അല്ലെ. നമ്മുടെ കേരള പോലീസിലേക്കുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് CID എന്ന് പറയുന്ന തസ്തികയിലേക്കായിരുന്നു നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ നമ്മൾ കാത്തിരുന്ന് വന്നിട്ടുണ്ടായിരുന്ന മറ്റൊരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു എന്തെന്ന് പറയുന്നത്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് അല്ലെ. കാരണം കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ലെവൽ നോട്ടിഫിക്കേഷൻ 15/10 വന്നു. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 19/11 വരെ ആയിരുന്നു. അതിനകത്ത് എന്ത് ചെയ്യുന്നു, കുറെ നീട്ടലുകളൊക്കെ അല്ലെ, കൊച്ചിയുടെ നീന്നുണ്ട്, നീട്ടിയൊക്കെ ഡേറ്റുകളൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അത്തരത്തില് നമ്മൾ പ്രധാനമായിട്ടും നോക്കിയിരുന്ന രണ്ട് എക്സാമിനേഷൻസ് ആയിരുന്നു ഇതെന്ന് പറയുന്നത്. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ എക്സാമിനേഷൻ അല്ലെ. നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒക്കെ എന്താണ് നോട്ടിഫിക്കേഷൻ എന്താണ് വരാനിരിക്കുകയാണ് ആണല്ലോ. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അതേപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ അല്ലെ, സബ് ഇൻസ്പെക്ടർ ഇൻ കേരള പോലീസ് അല്ലെ, അതേപോലെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, SBCID, ഇതെല്ലാം പ്രധാനമായിട്ടും ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ആണല്ലോ. ഇതെല്ലാം ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ആണ്. അതായത് ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ കഴിയുള്ളൂ. നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ആണല്ലോ. അപ്പൊ കുറെ നാളായിട്ട് ആളുകൾ എന്താണ് കരുതിയിരിക്കുന്ന എക്സാമിനേഷൻ കൂടിയാണിത് അല്ലെ. അപ്പൊ ഇത്തരത്തിൽ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ എല്ലാം കൂടി പൊതുവെ PSC ചെയ്യുന്ന വെച്ചാൽ ഒരു കോമൺ പ്രിലിംസ് ആദ്യമേ നടത്തുക എന്നുള്ളതാണ് ആണല്ലോ. ഒരു കോമൺ പ്രിലിംസ് നടത്തുക എന്നുള്ളതായിരുന്നു അല്ലെ. നിങ്ങൾ നോക്കിയേ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ SBCID മുൻ വർഷങ്ങളിൽ വിളിച്ചിട്ടുള്ളതിന്റെ എന്താണ് അഡ്വൈസ് ആണ് അല്ലെ. നിങ്ങൾക്ക് അറിയാമായിരിക്കും അതിന്റെ അവസാനത്തെ ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് 3/6/2023 ആണ് അല്ലെ. നിങ്ങൾക്ക് അറിയാം 2026 ആവുമ്പത്തേനും എന്ത് ചെയ്യണം, പുതിയൊരു റാങ്ക് ലിസ്റ്റ് വരേണ്ടതായിട്ടുണ്ട് അല്ലെ. 30 പറയുന്ന അടുത്ത വർഷം ഇതേ സമയം ആവുമ്പത്തേന് അവർ കൊടുത്തിട്ടുള്ള പറയുന്ന 3/6/2026 ആവുമ്പത്തേന് പുതിയ റാങ്ക് ലിസ്റ്റ് വരേണ്ടതായിട്ടുണ്ട് ആണല്ലോ. അപ്പൊ അതിന് മുമ്പായിട്ട് തന്നെ എന്താണ് എക്സാമിനേഷൻ എന്ത് ചെയ്യണം, നടത്തണമെന്നുള്ളതാണ് അല്ലെ. നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ ഒരു നിലയിൽ പോവുകയാണെങ്കിൽ എന്ത് വരില്ല, ഈ പറയുന്ന 3/6/2026 തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് വരാൻ സാധ്യതയില്ല. ഓക്കെ, 2027 ആവും എന്ത് ചെയ്യും, ഈ പറയുന്ന SBCയുടെ മറ്റു ഈ പറയുന്ന എന്താണ് അഡ്വൈസും റാങ്ക് ലിസ്റ്റ് മറ്റൊക്കെ വരാനായിട്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ നിങ്ങൾക്കറിയാം ഈ പറഞ്ഞ ഡിഗ്രിയിലെ എക്സാമിനേഷൻസ് പറയുമ്പോൾ ഒന്ന് വരുന്ന നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണ്. ഓക്കെ, അതേപോലെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വരും ആണല്ലോ, അത് SBCID വരും ആണേ, അതേപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ അല്ലെ, സബ് ഇൻസ്പെക്ടർ വരും. അപ്പൊ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്നത് ഈ പറഞ്ഞ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണ് അല്ലെ. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്നത്. അതേപോലെ തന്നെ അടുത്തൊരു വാർത്ത ഉണ്ടായിരുന്നു, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആകെ അപേക്ഷിച്ചിട്ടുള്ളവരുടെ എണ്ണം എന്ന് പറയുന്നത് 7.80 ലക്ഷം ആളുകളാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് മാത്രമായിട്ട് ഏറ്റവും കൂടുതൽ അപേക്ഷിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് കോമ്പറ്റീഷൻ ഉണ്ടെന്നുള്ളത് എന്താണ്, തീർച്ചയാണെന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ എല്ലാവരും കാത്തിരുന്നത് പ്രധാനമായിട്ട് ഈ പറയുന്ന കോമൺ പ്രിലിംസ് നടത്താനിരിക്കുന്നത് ഫെബ്രുവരി മാസത്തിലായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ കേരള PSC അടുത്തിടെ ഇറക്കിയിട്ടുണ്ടായിരുന്ന ഫെബ്രുവരി മാസത്തിലെ പ്രധാനപ്പെട്ട PSC നടത്താൻ പോകുന്ന എക്സാമിനേഷൻസിനകത്ത് എന്തില്ല നമ്മുടെ ഈ പറയുന്ന കമ്പനി ബോർഡ് ഇല്ലെന്നുള്ളതാണ്. കമ്പനി ബോർഡോ SBCID ഒന്നും തന്നെ എന്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഫെബ്രുവരി മാസത്തിൽ എന്ത് കാണില്ല, എക്സാമിനേഷൻ 2026 ഫെബ്രുവരിയിൽ എന്ത് കാണില്ല, എക്സാമിനേഷൻ കാണില്ല എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ ഈ പറയുന്ന ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് മറ്റെന്താണ് ഇലക്ഷൻ വരാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ പറയുന്ന ജൂൺ ജൂലൈ മാസങ്ങളിൽ മറ്റുമായിട്ട് ഈ പറഞ്ഞ എക്സാമിനേഷൻ നടത്തുകയില്ല. അപ്പൊ അതിനുള്ളിൽ തന്നെ എന്ത് ചെയ്യണം, എക്സാമിനേഷൻ നടത്തണം അല്ലെ. അതിനുള്ളിൽ തന്നെ എന്ത് ചെയ്യണം, എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് എന്ന് കണ്ടക്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നുള്ള മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നെങ്കിൽ ഏപ്രിൽ അല്ലെങ്കിൽ പറഞ്ഞ മാർച്ച് അവസാനമോ ഏപ്രിൽ ആദ്യമോ ആയിരിക്കും എന്ത് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഒന്നെങ്കിൽ മാർച്ചിലോ അല്ലെങ്കിൽ ഏപ്രിലോ അല്ലെ, മാർച്ചിലോ ഏപ്രിൽ മാസങ്ങൾക്കിടയിലായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, എക്സാമിനേഷൻ നടത്താൻ പോകുന്നത് എന്നുള്ളതാണ്. ഈ പറഞ്ഞ ഡിഗ്രി ലെവലായിട്ടുള്ള എക്സാമിനേഷൻസ് നടത്താൻ പോകുന്നത് എന്നുള്ളതാണ്. കാരണം നമ്മൾ കുറെ നാളായിട്ട് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ്, നോട്ടിഫിക്കേഷനൊക്കെ എല്ലാത്തിൻ്റെയും വന്നു കഴിഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഫെബ്രുവരി മാസങ്ങളിലേക്ക് എക്സാമിനേഷൻ നടത്തുമെന്നുള്ളതായിരുന്നു. പക്ഷേ
നിങ്ങൾക്കറിയാം ഈ പറഞ്ഞ കേരള PSCയുടെ സൈറ്റുകളിൽ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ ഫെബ്രുവരി മാസങ്ങളിൽ നടത്തുന്ന എക്സാമിനേഷൻസ് ഒരു ലിസ്റ്റ് നൽകിയിട്ടുണ്ട്. ആ എക്സാമിനേഷൻ ലിസ്റ്റിൽ എന്തില്ല, നമ്മുടെ ഈ പറഞ്ഞ SBCID ആവട്ടെ, കമ്പനി കൂടെ അസിസ്റ്റന്റ് ആയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സാമിനേഷൻ ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ എന്തെന്നില്ല പറയുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫെബ്രുവരി മാസം എക്സാമിനേഷൻ ഇല്ല ആണല്ലോ. അല്ലെങ്കിൽ പിന്നെ മാർച്ച് ഈ പറയുന്ന പകുതി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ഏപ്രിൽ മാസവും എന്ത് ചെയ്യും പറയും ഒന്നുകിൽ എക്സാമിനേഷൻ നടത്തുകയുള്ളൂ അല്ലെ, എക്സാമിനേഷൻ നടത്തിയുള്ള റാങ്ക് ലിസ്റ്റും അതിന് അടുത്ത വർഷങ്ങളിൽ എന്ത് ചെയ്യുന്നു പബ്ലിഷ് ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ്. ഒക്കെ പ്രിലിംസും എന്ത് ചെയ്യും തീർച്ചയായിട്ടും കാണും ആണല്ലോ. ഓക്കെ, പ്രിലിംസും അത് കാണാനാണ് പ്രധാനമായിട്ടും സാധ്യതയുള്ളത്. കാരണം ഈ പറഞ്ഞ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസ് ഇതുവരെ നടത്തിക്കൊണ്ട് പോകുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രിലിംസും ഒരു മെയിൻസും എന്ത് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അതിനകത്ത് എന്ത് ഉണ്ട് അല്ലെ, പ്രിലിംസും മെയിൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഒറ്റ ഒരു എക്സാമിനേഷൻ നടത്തി എടുക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് തള്ളിക്കളയാൻ പറ്റില്ലെങ്കിൽ പോലും, അങ്ങനെ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ലെങ്കിൽ പോലും നമുക്ക് എപ്പോഴും ഈ പറയുന്ന തുടർന്ന് പോകുന്ന ഒരു രീതി അനുസരിച്ചാണെങ്കിൽ പ്രിലിംസും മെയിൻസും എന്ത് നടത്തി തന്നെ എടുക്കാനാണ് സാധ്യതയെന്ന് പറയുന്നത്. ഇതുവരെ അങ്ങനെയാണ് നടത്തിക്കൊണ്ടുവരുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ 2 എക്സാമിനേഷൻ തീർച്ചയായിട്ടും കാണും അല്ലെ, 2 എക്സാമിനേഷൻ കാണും. എന്നിരുന്നാലും പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പറഞ്ഞ 1% നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കുറച്ച് ശതമാനം നമുക്ക് ഇത്തരത്തിൽ ഒറ്റ എക്സാമിനേഷനോടെ നടത്തി PSC പരീക്ഷകൾ എന്ത് ചെയ്യുന്നുണ്ട് നടത്തി ഇത്തരത്തിലെ ആളുകളെ എടുക്കുന്നത് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം ഇത്രയും സമയം ആയതുകൊണ്ട് തന്നെ അല്ലെ. നിങ്ങൾക്കറിയാമായിരിക്കും പറയാം ഇലക്ഷൻ വരാൻ പോവുകയാണ്. അപ്പൊ ഇലക്ഷൻ എടുത്തുകൊണ്ട് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ ഈ പറഞ്ഞ എക്സാമിനേഷൻ എന്തായാലും നടത്തില്ല അല്ലെ. ഇലക്ഷൻ നടക്കുന്ന സമയങ്ങളിൽ തന്നെ എന്താണ് എക്സാമിനേഷൻ നടത്തുകയില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണ്ട, അങ്ങോട്ട് പോവണ്ട. പിന്നെ ഒരുപാട് എക്സാമിനേഷൻ ഒന്നും നീട്ടി വെക്കാനും സാധ്യതയില്ല എന്നുള്ളതാണ് അല്ലെ. എക്സാമിനേഷൻ തന്നെ ഒരുപാട് കാലത്തേക്കൊന്നും നീട്ടി വെക്കാൻ എന്ത് ചെയ്യുന്നില്ല, സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പീരീഡിനിടയിൽ തന്നെ എന്ത് ചെയ്യും, എക്സാമിനേഷൻ നടക്കും എന്നുള്ളതാണ് അല്ലെ. എക്സാമിനേഷൻ എന്ത് ചെയ്യും തീർച്ചയായിട്ടും ഈ ഒരു പീരീഡിനുള്ളിൽ, അതായത് ഫെബ്രുവരി മാസം ഇല്ല, അപ്പൊ ഒന്നെങ്കിൽ മാർച്ചോ ഏപ്രിൽ ഈ പറഞ്ഞ മെയ്യുടെ ഉള്ളിൽ അല്ലെ. എന്തായാലും മെയ്ക്ക് മുമ്പായിട്ട് തന്നെ ഈ പറഞ്ഞ ഏപ്രിലോ മാർച്ചിലോ എന്തായാലും ഈ പറയുന്ന മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ തന്നെ എന്ത് ചെയ്യും എക്സാമിനേഷൻ നടത്താനാണ് സാധ്യത ഏറ്റവും കൂടുതൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നിങ്ങളുടെ എക്സാമിനേഷൻ മറ്റു കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ പഠനം എന്ത് ചെയ്യുക മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് SBCID വേണ്ടി പഠിക്കുന്നതാണ് ഒരുപാട് സമയം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത്തരത്തിലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ, SBCID പോലെ എക്സാമിനേഷൻസ് ഒക്കെ പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ഈസി ബാക്ക് ഈ പറയുന്ന ഈ എക്സാമിനേഷൻ്റെ എല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ, നിങ്ങൾ ഓരോന്നും എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ഈ പറയുന്ന എല്ലാ കോഴ്സുകളും പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ പറയുന്ന ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസി ബാക്ക് അക്കാഡമിയുടെ ആപ്പ് ഒന്നെങ്കിൽ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം കോഴ്സ് പർച്ചേസ് ചെയ്യാം. അതല്ല ആപ്പുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ ബന്ധപ്പെട്ട സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണാൻ നമ്മൾ വിളിച്ച് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ നൽകുന്ന ഫെസിലിറ്റികൾ എന്തെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലാൻ, ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ് നൽകുന്നുണ്ട്. അതിൻ്റെ നോട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്പെഷ്യൽ ടോപ്പിക് റിവിഷൻ സെക്ഷൻസ് ഉണ്ട്. സ്പെഷ്യൽ കറണ്ട് അഫയേഴ്സ് സെക്ഷൻ നൽകുന്നുണ്ട്. മെന്റർഷിപ്പ് സപ്പോർട്ട് നൽകുന്നുണ്ട്. മോട്ടിവേഷൻ സെക്ഷൻസ് നൽകുന്നുണ്ട്. അതേപോലെ ലൈവ് ക്ലാസ്സുകളും ലൈവ് കിട്ടാത്തവർക്കുണ്ട് റെക്കോർഡഡ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ ഒരുപാട് നിയമനങ്ങൾക്ക് നടത്തുന്ന ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട് എക്സാമിനേഷൻ എന്താണ് വരാൻ പോവുകയാണ് അല്ലെ. എനിക്കറിയാം ഈ പറയുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്താണ് എന്ന് പറയുന്ന ഒരുപാട് നിയമനങ്ങൾക്ക് നടക്കുന്ന ഒരു എക്സാമിനേഷൻ. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ എന്ത് പറയുന്ന പ്രിപ്പറേഷനൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ SBCID പഠിക്കുന്നവരൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സമയം കിട്ടിയിട്ടുണ്ട്. അതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ പറഞ്ഞ് 28-നുള്ളിൽ തന്നെ എന്ത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ഒക്കെ വരും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷനൊക്കെ ഏകദേശം ഏറെക്കുറെ എല്ലാ നോട്ടിഫിക്കേഷനും എത്തിയിട്ടുണ്ട്. അപ്പൊ ഒന്ന് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. ഈ വർഷം തന്നെ എഴുതി ക്ലിയർ ചെയ്ത് പോവുക. ഓക്കെ, ഇനിയൊരു വർഷത്തേക്ക് നിങ്ങൾ കാത്തിരിക്കരുത്. ഇനി 10 ചിലപ്പോൾ 3 വർഷമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇനി അടുത്തൊരു ജോലിക്ക് കയറാനുള്ള സമയം കിട്ടുക. ഓക്കെ, വെറുതെ കൊണ്ടുപോയി 3 വർഷം മറ്റു കാര്യങ്ങൾ എന്ത് ചെയ്യരുത്, വർഷങ്ങൾ കൊണ്ടുപോയി കളയരുത്. നിങ്ങൾക്ക് കിട്ടുന്ന സമയം വളരെ കുറവാണ്. അപ്പൊ ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. ഒരവസരവും ഇനി കിട്ടുകയും വരുന്നില്ല. ഓക്കെ, നമ്മൾ പാഴായി കളയുന്ന ഒരു അവസരം നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഇനി കിട്ടിയെന്ന് വരില്ല. അപ്പൊ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഓരോ സമയവും അനുയോജ്യമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പഠിച്ച് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അത്യാവശ്യം സമയം കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ പ്രിപ്പറേഷൻ കൊണ്ടുപോകണം. പ്രീവിയസ് ഇയർ ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ചെയ്തു പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. സിലബസ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. എക്സാമിനേഷനെ പറ്റി ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. 2 രീതിയിലാണ് എക്സാമിനേഷൻ നടത്താൻ സാധ്യത. ഇപ്പം പ്രിലിംസും മെയിൻസും എന്തായാലും കാണാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ തന്നെ എന്താണ് വിളിച്ച് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നമ്മളെ താഴെ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് എന്ത് ചെയ്യാൻ വിളിച്ച് കോൺടാക്ട് ചെയ്യാം. അതല്ല ഇവിടെ പറഞ്ഞ കോഴ്സുകൾ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഗൂഗിൾ ഫോം താഴെ നൽകിയിട്ടുണ്ട്. അതിനകത്ത് എന്ത് ചെയ്യാം, നിങ്ങളുടെ സംശയങ്ങൾ അവിടെ രേഖപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നല്ല ദിവസം ആശംസിക്കുകയാണ്. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ സംശയങ്ങളും മറ്റും അറിയിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഉത്തരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ,
അപ്പോൾ താങ്ക് യു, ബൈ ഓൾ.